ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ അല്ലേ, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ ടിക്ക നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ 400 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ ചിക്കൻ ടിക്ക മസാല ചെയ്യുന്നത് ബോൺലെസ് ആയിട്ടുള്ള പീസസ് വെച്ചിട്ടാണ്. പക്ഷേ എങ്കിലും നമുക്ക് എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങൾ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിപ്പം കുറഞ്ഞ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ 400 ഗ്രാം ചിക്കൻ നല്ലപോലെ കഴുകിയെടുത്ത് നന്നായിട്ട് വെള്ളം വാർത്തെടുക്കുക. നമ്മളിതിന് ചെറിയൊരു മാരിനേഷൻ കൊടുക്കുകയാണ്, അതായത് ചെറുതായിട്ടൊന്ന് മസാല പുരട്ടി വെക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് കയ്യില്ലാത്തവർക്ക് നമ്മുടെ നോർമലായിട്ടുള്ള എരിവുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും കൂടെ പേസ്റ്റ് ആക്കി എടുത്തത് ഒരു 1 മുതൽ 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അധികം ഒന്നും പുളിയില്ലാത്ത നല്ല കട്ടിയായിട്ടുള്ള തൈര് ഒരു 3 ടേബിൾ സ്പൂണോളം വരെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല കട്ടിക്കുള്ള തൈരാണ് കേട്ടോ എടുക്കേണ്ടത്, ഇങ്ങനെ ലൂസായിട്ടുള്ള തൈര് എടുക്കരുത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ലീവ്സ് കൂടെ ചേർക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവ ഉണ്ടല്ലോ, ഉലുവയുടെ ഡ്രൈ ആയിട്ടുള്ള ലീവ്സിനെയാണ് കസൂരി മേത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് പാക്കറ്റിൽ. അതൊരു 1 ടീസ്പൂൺ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നല്ലപോലെ നമ്മൾ എടുക്കുന്ന ചിക്കൻ പീസസിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം. ഇതെല്ലാം കൂടെ ഞാൻ ചിക്കനിൽ നല്ല പോലെ തന്നെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനലായിട്ട് നമ്മളിപ്പോൾ ഇത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഫുഡ് കളർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, ഒരു നിർബന്ധമില്ല. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ചേഞ്ചസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫുഡ് കളർ ഇതാകുമ്പം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഒരു പിഞ്ച് ഫുഡ് കളർ എടുത്തിട്ട് ഒരിത്തിരി വെള്ളത്തിലൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫുഡ് കളർ കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക, എല്ലാ ചിക്കനിലും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് നമ്മൾ ഫുഡ് കളർ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ ഒരു 30 മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് വെച്ചിരിക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുക. അപ്പോൾ ഞാനിന്ന് എന്തായാലും 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചിക്കനിലൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമ്മളിപ്പോൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അതായത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ഷാലോ ഫ്രൈ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ബട്ടറിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ, അങ്ങനെ ഓയിൽ വേണമെന്നില്ല. ബട്ടറിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇന്നിപ്പോൾ ഞാനിത് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ പാനിൽ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു വശം ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വശം കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റ് ആയിട്ട് 2 വശവും ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് ചിക്കനൊക്കെ നമ്മളവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സെയിം പാനിൽ തന്നെയാണ് ഇതിലേക്കുള്ള ഗ്രേവി കൂടെ ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെ കുറച്ച് ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം എടുത്താൽ മതിയാകും. ഇനി അടുത്തതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും കൂടെ ഒന്നെങ്കിൽ നമ്മൾ നല്ല ഫൈനായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് എടുക്കുക, അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ രണ്ടും കൂടെ നമ്മളൊരു 1.5 ടീസ്പൂണോളാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസായിട്ടുള്ള സവാളയാണ് ചേർക്കുന്നത്. ചെറിയ സവാള എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 എണ്ണം എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് സൈസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സവാള നല്ല ഫൈനായിട്ട് ഒന്നിങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്ന രീതിയിൽ അരിഞ്ഞിട്ടെടുക്കുക. അതുകൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴഞ്ഞ് കിട്ടുന്ന വരെയും നമ്മളിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ചേർത്തിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്ന കണ്ടീഷൻ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം നമ്മുടെ ക്യുമിൻ പൗഡർ, അതായത് നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ചെറുതാക്കി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതും 1/2 ടീസ്പൂണോളം ചേർത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത് ചേർക്കാനുള്ളത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എരിവ് വേണമെന്നുള്ളവർക്ക് നമ്മുടെ നോർമലായിട്ടുള്ള മുളക് പൊടി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി 2.5 ടീസ്പൂണോളാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കാരണം ഇതിന് കളർ മാത്രമേ കാണുള്ളൂ, വലിയ എരിവൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് 2.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് ആ ഒരു മസാലപ്പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്ന വരെയും വഴറ്റിയിട്ടെടുക്കുക. അടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് 2 മീഡിയം സൈസായിട്ടുള്ള തക്കാളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് നല്ല കട്ടിക്ക് അടിച്ചെടുത്തിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി അടിച്ചെടുത്ത് കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ 1-2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് തീ കൂട്ടി കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങും. അങ്ങനെ തിള വന്ന് തുടങ്ങുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഒട്ടും തന്നെ നമ്മുടെ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ മുഴുവനായിട്ടും കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഈ ഒരു കാശ്മീരി റെഡ് ചില്ലി പൗഡറിൻ്റെ കൂടെ 1-2 നുള്ളു വീണ്ടും നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും നമ്മളിങ്ങനെ ഫൈനൽ സ്റ്റേജിൽ ചേർക്കുമ്പം. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നമ്മളെ തക്കാളി അടിച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുത്തിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ ഒരു തക്കാളിയുടെയും സവാളയുടെയും മിക്സായിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് ഈ ഒരു സമയം കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ചെറിയൊരു സ്വീറ്റ്നെസ്സും കൂടെ വരും ഈ ഒരു ഗ്രേവിക്ക്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ചിക്കൻ പീസസ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ 2 മിനിറ്റ് ഒന്നെങ്കിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് ഈ കറി നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ പീസസ് കൂടെ ചേർത്തിട്ട് അത്യാവശ്യം കറി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കസൂരി മേത്തി ലീവ്സ് തന്നെയാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ചിക്കൻ മസാല തേച്ച് വെച്ച സമയത്ത് ഇട്ട് കൊടുത്ത പോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കസൂരി മേത്തി ലീവ്സ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കുക്കിംഗ് ക്രീമാണ്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയായിട്ടുള്ള കുക്കിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുക്കിംഗ് ക്രീം ചേർക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം അത്യാവശ്യം കുറച്ച് വെക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വളരെ തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ക്രീം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചൂടോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ബട്ടർ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ആ ചൂടിൽ കിടന്നിട്ട് അതങ്ങ് മെൽറ്റ് ആയിക്കോളും. ഒരു 1-2 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒത്തിരിയാണ് നമ്മളെ ചിക്കൻ ടിക്ക മസാല നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണ് കേട്ടോ. നമ്മുടെ ചപ്പാത്തി, റൊട്ടി അതിലേക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ട്രൈ ചെയ്യുന്നവർ ഫീഡ്ബാക്ക്സ് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.